നമസ്കാരം. സിറിയൻ നഗരമായ ഹമായിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ക്രിസ്മസ് ട്രീ അജ്ഞാതർ അഗ്നിക്കിരയാക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ്. മധ്യ സിറിയയിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ സുഖൈലബിയയിലാണ് അതിക്രമം നടന്നത്. നഗരത്തിലെ ഒരു പ്രധാന സ്ക്വയറിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രിസ്മസ് ട്രീക്ക് തോക്കുധാരികളായ രണ്ടാളുകൾ തീവയ്ക്കുന്ന വീഡിയോയാണ് പ്രചരിച്ചത്. ഇതോടെ കടുത്ത പ്രതിഷേധവും ഉണ്ടായി. ഓർത്തഡോക്സ് വിഭാഗക്കാരായ ക്രൈസ്തവർ കൂടുതലുള്ള മേഖലയാണ് ഇവിടം. എന്നാൽ ഇസ്ലാമിക ഭരണകൂടം എന്ന ലക്ഷ്യത്തോടെയാണ് ഹയാത്ത് തഹ്രീർ അൽ ഷാം പ്രവർത്തിക്കുന്നത്. ഇതോടെ ഇവിടുത്തെ ക്രൈസ്തവർ കടുത്ത ആശങ്കയിലാണ്. ക്രിസ്മസ് ട്രീക്ക് തീവെച്ച സംഭവത്തെ തുടർന്ന് പുതിയ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി ജനങ്ങൾ തെരുവുകളിലേക്ക് ഇറങ്ങി. ഭരണകക്ഷിയായ ഹയാത്ത് തഹ്രീർ അൽ ഷാമിലെ ഒരു മതനേതാവ് സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ മരം നന്നാക്കുമെന്ന സുഖൈലബിയയിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന് ഉറപ്പു നൽകിയിരുന്നു. അതേസമയം സംഭവത്തിന് പിന്നിലുള്ളവരെ പിടികൂടിയതായി നിലവിൽ സിറിയ ഭരിക്കുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാം അറിയിച്ചതായിട്ട് BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തങ്ങളല്ല ആക്രമണത്തിന് പിന്നിലെന്നാണ് HTS പറയുന്നത്. സിറിയയിലെ വിദേശികളാണ് സംഭവത്തിന് പിന്നിലെന്ന് HTS വെളിപ്പെടുത്തിയതോടെ വിദേശികൾക്കെതിരെയും പ്രതിഷേധക്കാർ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. അസദിന്റെ പതനശേഷം മുഹമ്മദ് അബു ജുലാനിയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന പുതിയ ഭരണകൂടം അധികാരം ഏറ്റെടുക്കും മുമ്പ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കുമെന്ന് അറിയിച്ചിരുന്നു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്നും തങ്ങൾ അഫ്ഗാനിസ്ഥാൻ ആകില്ലെന്നുമാണ് HTS മേധാവി അഭിപ്രായപ്പെട്ടത്. കുർദുകൾ, അർമേനിയക്കാർ, അസീറിയക്കാർ, ക്രിസ്ത്യാനികൾ, ഡ്രൂസ്, അലവിറ്റ്, ഷിയ, അറബ് സുന്നികൾ എന്നിവരുൾപ്പെടെ നിരവധി വംശീയവും മതപരവുമായ ന്യൂനപക്ഷ ഗ്രൂപ്പുകൾ നിലവിൽ സിറിയയിലുണ്ട്. സിറിയയിൽ വിമതർ അധികാരം പിടിച്ചെടുത്തതോടെ ന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന മാനുഷിക സഹായങ്ങൾ വിമത സംഘങ്ങൾ പിടിച്ചെടുക്കുന്നു എന്ന ആരോപണവും ഉയർന്നിരുന്നു. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ക്രിസ്ത്യൻ റിലീഫ് അതായത് GCR എന്ന സംഘടനയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തങ്ങൾ കഴിഞ്ഞ 2 വർഷമായി സിറിയയിൽ മാനുഷിക സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും എന്നാൽ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള തങ്ങളുടെ ശേഖരങ്ങളിൽ ചിലത് വിമതർ പിടിച്ചെടുത്തുവെന്നും സിറിയൻ ക്രൈസ്തവരെ സഹായിക്കുന്ന ഗ്ലോബൽ ക്രിസ്ത്യൻ റിലീഫ് വ്യക്തമാക്കി. തങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള സാധനങ്ങൾ കഴിയുന്നത്ര ജാഗ്രതയോടെ പലായനം ചെയ്യുന്നവർക്ക് വിതരണം ചെയ്യുവാനാണ് പദ്ധതിയെന്നും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം സിറിയ ഇപ്പോൾ വളരെ അപകടകരമായ ഒരു മേഖലയായി മാറിയിരിക്കുകയാണെന്നും GCRന്റെ പ്രസിഡന്റും CEO-യുമായ ഡേവിഡ് കറി പറഞ്ഞു. ഏതാണ്ട് 20,000-ഓളം പേരുടെ വിശപ്പകറ്റുവാൻ പോന്ന ഭക്ഷ്യ സാധനങ്ങൾക്ക് പുറമെ വെള്ളവും മരുന്നുകളും വിമതർ മോഷ്ടിച്ചു. അലപ്പോ ചരിത്രപരമായി ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ കേന്ദ്രമായിരുന്നുവെന്നും ഇപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ഡേവിഡ് കറി കൂട്ടിച്ചേർത്തു. ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ-ഖ്വയ്ദ എന്നീ തീവ്രവാദ സംഘടനകളുടെ ഒരു പുനരവതാരമാണ് ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന വിമത സേന. ഒരു ദശകത്തിന് മുൻപ് ആഭ്യന്തര യുദ്ധം ആരംഭിക്കുമ്പോൾ സിറിയൻ ക്രൈസ്തവരുടെ എണ്ണം 15 ലക്ഷം, അതായത് ആകെ ജനസംഖ്യയുടെ 10% ഇപ്പോൾ അത് ഏതാണ്ട് 3 ലക്ഷമായി കുറഞ്ഞു. അലപ്പോയിൽ വിമതപക്ഷം പിടിമുറുക്കിയതിനു ശേഷം ഭക്ഷണത്തിനും വെള്ളത്തിനും കടുത്ത ക്ഷാമമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സിറിയൻ ക്രൈസ്തവർ രാജ്യത്തിന്റെ സാമൂഹ്യ ഘടനയുടെ അവിഭാജ്യ ഘടകമായി തുടരുമെന്നും ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും സഭാസ്വത്തുക്കളിലും സ്പർശിക്കുക പോലുമില്ലെന്ന് വിമത സേനയിൽ നിന്ന് ആവർത്തിച്ച് ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ടെന്ന് അലപ്പോയിലെ അപ്പോസ്തോലിക വികാരിയും സിറിയയിലെ ലാറ്റിൻ സഭാ തലവനുമായ ബിഷപ്പ് ഹന്ന ജല്ലൌഫ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. സിറിയയിലെ ഭരണമാറ്റത്തോടെ തുല്യ അവകാശങ്ങൾക്കായി സമരം ചെയ്ത് സിറിയയിലെ സ്ത്രീകളും രംഗത്തുണ്ട്. പുതിയ ഭരണാധികാരികൾ പുതിയ സ്ത്രീകളുടെ അവകാശങ്ങളെ ബഹുമാനിക്കണമെന്നാണ് ആവശ്യം. വടക്കൻ കുർദിഷ് നേതൃത്വത്തിലുള്ള പ്രദേശങ്ങളിലെ തുർക്കി അധിനിവേശം തള്ളിപ്പറയണമെന്നും വനിതകൾ ആവശ്യപ്പെട്ടു. ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കു കിഴക്കൻ സിറിയൻ നഗരമായ ഗമിഷ്ലിയിൽ ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. തുർക്കിയെ ദേശീയ സുരക്ഷാ ഭീഷണിയായി പ്രഖ്യാപിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. കുർദിഷ് പീപ്പിൾസ് പ്രൊട്ടക്ഷൻ യൂണിറ്റ്സ് മിലിഷ്യയുടെ അതായത് YPGയുടെ അഫിലിയേറ്റായ വിമൻസ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് YPJ അംഗങ്ങളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു.
ഞങ്ങൾ പുതിയ ഭരണാധികാരികളിൽ നിന്ന് സ്ത്രീകളുടെ അവകാശങ്ങൾ ആവശ്യപ്പെടുന്നു. ഇവിടെ സ്ത്രീകളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടരുത്. സ്ത്രീകളുടെ അവകാശ പ്രവർത്തകയായ സോസൻ ഹുസൈൻ പറയുന്നതാണ് ഇക്കാര്യം. കൊബാനി നഗരത്തിനെതിരായ തുർക്കി അധിനിവേശ ആക്രമണങ്ങളെ ഞങ്ങൾ അപലപിക്കുന്നുവെന്നും പ്രതിഷേധത്തിൽ മുദ്രാവാക്യം ഉയർന്നു. 2011 സിറിയയിലെ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതു മുതൽ വടക്കൻ പ്രദേശങ്ങളും ഭൂരിഭാഗം കുർദിഷ് ഗ്രൂപ്പുകളും സ്വയംഭരണാവകാശം നേടിയിരുന്നു. US പിന്തുണയുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും സായുധ സംഘമായിട്ടുള്ള കുർദിഷ് YPG മിലിഷ്യയുമായിരുന്നു പ്രദേശത്തെ ശക്തി കേന്ദ്രങ്ങൾ. എന്നാൽ ഇസ്ലാമിസ്റ്റ് ഹയാ തഹ്രീർ അൽ ഷാം ഗ്രൂപ്പ് ബാഷർ അസദിനെ അട്ടിമറിച്ച തുർക്കിയുമായി സഹകരിച്ച പുതിയ ഭരണകൂട സാധ്യതകളിലേക്ക് കടക്കുന്നതിന്റെ ആശങ്കയാണ് പ്രതിഷേധക്കാർ പങ്കുവയ്ക്കുന്നത്. മുൻ അൽ ഖ്വയ്ദ അഫിലിയേറ്റായ HTSന്റെ യാഥാസ്ഥിതിക ഇസ്ലാമിസ്റ്റ് വീക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കുർദിഷ് ഗ്രൂപ്പുകളുടെ ആശയധാര. സോഷ്യലിസത്തിനും ഫെമിനിസത്തിനും ഊന്നൽ നൽകുന്ന ഒരു പ്രത്യയശാസ്ത്രം പിന്തുടർന്നു വരുന്നവരാണ് ഇവർ. എന്നാൽ കടുത്ത ഇസ്ലാമിക ഭരണത്തിലേക്ക് HDS ആകർഷിക്കപ്പെടുമെന്നും ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളെയും ഇത് ബാധിക്കുമെന്നും സിറിയക്കാർക്കിടയിൽ വ്യാപകമായ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വടക്കൻ നഗരമായ മാൻബിജിൽ നിന്ന് SDFനെ പുറത്താക്കിയതോടെ SDFും സിറിയൻ നാഷണൽ ആർമി എന്നറിയപ്പെടുന്ന തുർക്കിയുടെ പിന്തുണയുള്ള സിറിയൻ സേനയും തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചിരിക്കുകയാണ്. ഐൻ അൽ അറബ് എന്നറിയപ്പെടുന്ന തുർക്കി അതിർത്തിയിലെ SDF നിയന്ത്രണത്തിലുള്ള കൊബാനി നഗരത്തിൽ ആക്രമണത്തിനായി തുർക്കി സൈന്യം അണിനിരക്കുന്നതായി സിറിയൻ കുർദിഷ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയതും പ്രതിഷേധത്തിലേക്ക് വഴി തുറന്നുവെന്നാണ് വിലയിരുത്തൽ. നന്ദി.